നമ്മൾ ജനിച്ച് വീഴുന്ന സമയത്ത് നമുക്ക് പാല് തരുന്നത് നമ്മുടെ അമ്മയാണ്. നമ്മുടെ അമ്മയ്ക്ക് ശേഷം നമ്മൾ ആരുടെ പാലാണ് കുടിക്കുന്നത്? പശുവിൻ്റെ പാലല്ലേ? പശുവിനെ അമ്മയായിട്ട് കാണുന്ന സങ്കല്പം. അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ ബാരിക്കേഡ് കടന്നു, ഒരാൾ അപ്പുറത്ത് ചാടിയാൽ അപ്പം തലയടിച്ചു കുടിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം SFI സമരം നടത്തുന്ന സമയത്ത് എന്താ കണ്ടത്? എന്തുകൊണ്ട് SFIയുടെ സമരത്തിൽ ഇവർ ഇത്രയും പേരെ റിമാൻഡിൽ കൊണ്ടുപോകാത്തത്? എന്തുകൊണ്ട് ഇവർക്ക് നേരെ ഒന്നും അടിച്ചില്ലല്ലോ? ഒരാളെ പോലും ഇവർ അടിച്ചില്ലല്ലോ. അതുപോലെ ഗവർണർ മുണ്ടുമടക്കി കുത്തി ഇറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെ ഈ ധൈര്യം എന്ന് പറയുന്നത്. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അതിനാ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന പേരാണ് സംഘി എന്ന വിളിപ്പേര്. പലപ്പോഴും അവൻ സംഘിയാണ്, അല്ലെങ്കിൽ അയാൾ സംഘിയാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അധീന ഒരു സംഘിയാണോ? സംഖ്യയാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ സംഘപരിവാറിൻ്റെ ഒരു ഭാഗമാണ്. സംഘപരിവാറിനെയാണ് നിങ്ങൾ സംഖ്യ എന്ന് ഉദ്ദേശിക്കണമെങ്കിൽ അതെ, ഞാൻ ആ സംഖ്യകൾ ആ ഒരു കൂട്ടത്തിൽ പെടുന്ന ആളാണ്. പക്ഷേ സംഖ്യ എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ ഒരാളോട് ഇപ്പം നമ്മൾ മാപ്രകളെന്ന് മാധ്യമ പ്രവർത്തകരെ വിളിക്കാറുണ്ട്. ബഹുമാനമുള്ളതുകൊണ്ടല്ലോ മാപ്ര എന്ന് വിളിക്കുക. നമ്മളിപ്പോൾ കോൺഗ്രസ്സുകാരെ കൊങ്ങി എന്ന് വിളിക്കുക ബഹുമാനത്തോടു കൂടി വിളിക്കുന്ന ഒരു വിളിപ്പേരല്ലോ. RSSന് ബഹുമാനം കൊടുക്കാതെ വിളിക്കുന്ന ഒരു പേരാണ് സംഖ്യ. അതുകൊണ്ട് ആ ഒരു പേരിനെ ഞാൻ ഇതാക്കില്ല, സപ്പോർട്ട് ചെയ്യില്ല. പൊതുവെ ഞാൻ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയണതിന് എനിക്കൊരു പ്രശ്നമില്ല. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ ഗവർണറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ VCയുമായി ബന്ധപ്പെട്ടൊക്കെ SFI പലപ്പോഴും ഇപ്പോൾ വലിയ ഒരു സമര പോരാട്ടത്തിൻ്റെ വഴികളിലാണ്. VCയെ ഞങ്ങൾ സർവകലാശാലയിൽ കയറാൻ അനുവദിക്കില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇന്നലെ ഈ പറയുന്നത് പോലെ മന്ത്രിമാരുമായി VCയും മന്ത്രിയും തമ്മിൽ ചർച്ച നടന്നു. ഗവർണർ മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച നടക്കാൻ പോകുന്നു. ഇതിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ VC സർവകലാശാലയിലെത്തിയപ്പോൾ ഒരു SFIക്കാരെയും തടയാൻ കണ്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SFIയുടെ ഈ പോരാട്ട വീര്യമൊക്കെ പോയോ? SFI ഈ പറയുന്ന പോലെ ഈ ബാനർ കെട്ടി തൂക്കുകയും ഇവർ ഈ പോലീസുകാരെ ഭീഷണിപ്പെടുത്തി സൂംബികളെ പോലെ സർവകലാശാലകളിലേക്ക് കടന്നു കയറി അവിടെ എന്തെങ്കിലുമൊക്കെ ഷോ കാണിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പഠിക്കുന്ന കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ പൊതുവെ അവരുടെ ഉള്ളിലൊരു ഫയർ ഉണ്ട്. പല കാര്യങ്ങളിലും എടുത്തു ചാടി തീരുമാനം എടുക്കുന്നവരാണ്. അവരുടെ പ്രായത്തിന്റെ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് അവരുടെ പ്രായത്തിന്റെ ഇതിൽ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അങ്ങനെയാണ് കൂടുതലും നടക്കാറുള്ളത്. അത് തന്നെയാണ്. SFI ഇത്തരത്തിലുള്ള സമര പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? VCയെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവർണറെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അയാളെ ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം അവർ ദ്രോഹിച്ചില്ലേ? അത് പേഴ്സണലി ആണെങ്കിലും വ്യക്തിപരമായി ഭയങ്കരമായിട്ട് ദ്രോഹിച്ചു. അല്ലാതെ പൊളിറ്റിക്കലി അദ്ദേഹത്തെ എന്തോരം ദ്രോഹിച്ചു. അങ്ങനെ നമ്മൾ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെയായിട്ടാണ് ഈ നാട്ടിലുള്ള ഒരു RSSകാരൻ അല്ലെങ്കിൽ ഒരു BJPക്കാരൻ പ്രവർത്തിച്ചിട്ടുള്ളത്, നമ്മുടെ ആളുകൾ ചെയ്തിട്ടുള്ളത്? അയാളെ ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം ദ്രോഹിച്ചു. എന്നിട്ട് അയാൾ തളർന്നോ? ഒരിക്കലും തളർന്നില്ല. ഒരു ദിവസം ഇതുപോലെ സഹിയിട്ട് കഴിഞ്ഞപ്പോൾ പോലീസുകാരെ അയാളുടെ സെക്യൂരിറ്റിക്കാരെ ഒക്കെ പിടിച്ച് മാറ്റിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, ആർക്കാണ് എന്നെ തല്ലുണ്ട്? തല്ല് എന്ന് തന്നെ പറഞ്ഞ ആൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആർക്ക് തല്ലുക വേണ്ട, ചോദിക്കാൻ വേണ്ട, കരിങ്കൊടിയും കാണിക്കേണ്ട, ഒന്നും കാണിക്കേണ്ട. ആ സ്പോട്ടിൽ അവിടെ നിന്ന് വിട്ടുപോയല്ലോ. അതുപോലെ ഗവർണർ മുണ്ടുമടക്കി കുത്തി ഇറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെ ഈ ധൈര്യം എന്ന് പറയുന്നത്. ഇതൊക്കെയും വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. ഇന്നലെ ABVPയുടെ സമരം ഉണ്ടായി. എത്ര ക്രൂരമായിട്ടാണ് തിരുവനന്തപുരത്ത് പോലീസുകാർ ABVP പ്രവർത്തകരോട് പെരുമാറിയത്. കഴിഞ്ഞ കുറേ കാലത്ത് നമ്മൾ കണ്ടുവരികയാണ് ABVPയോ മറ്റേതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം സമരം ചെയ്യുന്ന സമയത്ത് എത്ര മോശമായിട്ടുള്ള രീതിയിലാണ് വനിതകളായിട്ടുള്ള പോലീസുകാർ വനിതകളോട് പെരുമാറുന്നത്. ഡ്രസ്സ് വലിച്ചു കീറുക, നിലത്തൂടിയിട്ട് വലിച്ചോണ്ട് പോവുക, അടിക്കുക. അതുപോലെ ബാരിക്കേഡിലൊന്നും നമുക്ക് തൊടാൻ പോലും പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേറൊരു പ്രസ്ഥാനം ഈ നാട്ടിൽ നമ്മളൊക്കെ സ്ഥിരമായിട്ട് സമരങ്ങൾക്ക് പോകുന്ന ആൾക്കാരാണ്. നമുക്കൊന്ന് ബാരിക്കേഡിൽ തൊടാൻ പോയിട്ട് അതിനവർ സമ്മതിക്കില്ല. അവർ ആ സ്പോട്ടിൽ ജലപീരങ്കി യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ ബാരിക്കേഡ് കടന്നു, ഒരാൾ അപ്പുറത്ത് ചാടിയാൽ അപ്പം തലയടിച്ചു കുടിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം SFI സമരം നടത്തുന്ന സമയത്ത് എന്താ കണ്ടത്? ഇവരൊരു കൂട്ടം ആൾക്കാർ കയറി ചെന്നിട്ട് പോലീസുകാരൊക്കെ ആകാശത്തോട്ട് നോക്കിയാൽ നിൽക്കണേ, മാനത്തോട്ട് നോക്കിയാൽ നിൽക്കണേ. ഇവരെ ഇതൊന്നും ബാധിക്കണ വിഷയമല്ല, ഇതൊക്കെ മറ്റേതോ യൂണിവേഴ്സിൽ നടക്കുന്ന ആണെന്നുള്ള രീതിയിലാണ് പോലീസുകാർ നിൽക്കണേ. ഇവര് സാധാരണ ബാരിക്കേഡ് കടന്ന് അപ്പുറത്ത് കടന്നാൽ ഒന്നെങ്കിൽ പോലീസുകാർ അടിക്കും, അല്ലെങ്കിൽ പിടിച്ച് റിമാൻഡിൽ കൊണ്ടിടും. അതാണ് സാധാരണ സംഭവിക്കണേ. എന്തുകൊണ്ട് SFIയുടെ സമരങ്ങളിൽ ഇതൊന്നും അവർ ചെയ്യാൻ തയ്യാറാവണില്ല? ഇവരെ കൊണ്ടുപോകാൻ തയ്യാറാവണില്ല? ഇന്നലെ സമരം ചെയ്ത മുഴുവൻ ABVP പ്രവർത്തകരെ അവരെത്ര ക്രൂരമായിട്ടാണ് തല്ലിച്ചതച്ചത്.
റോട്ടിലൂടെ പെൺകുട്ടികളെ അടക്കിട്ട് വലിച്ചുകൊണ്ട് പോയത്, ABPയുടെ സംസ്ഥാന സെക്രട്ടറി ഈശ്വർ പ്രസാദിനെ എത്ര ക്രൂരമായിട്ട് അവർ മർദ്ദിച്ചത്, ABP പ്രവർത്തകരെ ഒരു ദാക്ഷിണ്യം കൂടാതെ അവരെ മുഴുവൻ എടുത്ത് റിമാൻഡിൽ കൊണ്ടുപോയിട്ടില്ലേ? എന്തുകൊണ്ട് SFIയുടെ സമരത്തിൽ ഇവർ ഇത്രയും പേരെ റിമാൻഡിൽ കൊണ്ടുപോകാത്തത്? എന്തുകൊണ്ട് ഇവർക്ക് നേരെ ഒന്നും അടിച്ചില്ലല്ലോ? ഒരാളെ പോലും ഇവർ അടിച്ചില്ലല്ലോ. ഇത്ര പേര് ഒരു കാരണമില്ലാണ്ട് ആ ബാരിക്കേഡ് കടന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നിട്ട് അവിടുത്തെ അധ്യാപകരെയും അവിടുത്തെ അനധ്യാപകരെയും ഉപദ്രവിച്ചില്ലേ? പോലീസുകാർ കൈ കൊടുത്ത് കയറ്റി വിടുക 2ാം നിലയിലേക്ക് 3ാം നിലയിലേക്കൊക്കെ SFIക്കാരെ. ഇതെന്താ ഇവരിങ്ങനെ കാണിക്കുന്നത്? അത് കൃത്യമായിട്ട് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു ഡ്രാമയാണ്. ഇതൊക്കെ ഒരു നമ്മൾ ചെയ്യുന്നത് സമരമാണ്, ഇവർ ചെയ്യുന്നത് സമര നാടകമാണ്. അതായത് ഇവർ കഴിഞ്ഞൊരു പതിറ്റാണ്ടായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടെ ഭരിക്കുന്നത് കൊണ്ട് ഇവർക്ക് സമരം ചെയ്യാൻ വിഷയങ്ങളില്ലാത്തതുകൊണ്ടും ഇവരേതെങ്കിലും ഒരു പൊത്തിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇലക്ഷൻ എടുത്ത് വന്നു കഴിഞ്ഞപ്പം ഞങ്ങളാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകൾ, ഞങ്ങളാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന ആളുകളെന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് പണ്ട് RSS ഗുരുപൂജ തുടങ്ങിയിട്ടും, അല്ലെങ്കിൽ RSSന്റെ വിദ്യാനികേതന സ്കൂളുകളിൽ ഏത് കാലത്ത് തുടങ്ങിയത് ഗുരുപൂജ? RSSന്റെ വിദ്യാനികേതന സ്കൂളുകൾ നിലവിലുള്ള അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട് ഗുരുപൂജ. ഇത് ഇന്നലെ ഉണ്ടായ ഒരു വിഷയമല്ല. എന്തുകൊണ്ട് ഈ സുപ്രഭാതത്തിൽ ഇപ്പൊ അവർ ആ വിഷയം നോക്കി പിടിച്ചുകൊണ്ടുവന്നേ? ഇവരാരും കണ്ടിട്ടില്ല അപ്പൊ വിദ്യാനികേതന സ്കൂളുകൾ? ഈ ഭാരതാംബയുടെ വിഷയം എന്നാ കയറി വന്നത്? ഇന്നലെ വന്നതാണോ ഭാരതാംബ? RSSകാരുള്ള കാലം മുതലേ RSSകാർക്ക് ഈ ഒരു ഭാരതാംബ തന്നെയുള്ളത്. ഈ കാവിക്കൊടി പിടിച്ച ഭാരതാംബ തന്നെയുള്ളത്. അതിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്കതിലൊന്നും ചെയ്യാനില്ല. പിന്നെ ഈ പ്രഹസനം കാണിക്കാന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. 2 ദിവസം കഴിയുമ്പോൾ ഇവർ തന്നെ ഈ വിഷയം മറക്കും. ഇവർ ഇതൊക്കെ പ്രഹസനത്തിന് വേണ്ടി കാണിക്കും. ഇതിന്റെ പുറകെ പോകുന്ന മാധ്യമങ്ങളും വിദ്യാർത്ഥികളും പൊതുസമൂഹവും മണ്ടന്മാരാവുക ചെയ്യാം. തീർച്ചയായിട്ടും. അവസാനമായി ഒരു ചോദ്യം കൂടെ. അതായത് പലപ്പോഴായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗോമാതാവിൻ്റെ വിഷയം. നിങ്ങൾ പശുവിനെ മാതാവായിട്ട് കാണുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ മൃഗങ്ങളെ നിങ്ങൾ വലിയ എന്തോ ആയിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹാസ രൂപത്തിലാണ് സംസാരിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ എന്തിനാണ് നമ്മൾ ഈ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം പശുവിനെ അമ്മയായിട്ട് കാണുന്നുണ്ട്, ഈ ഇന്ത്യയിലെ സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളവും പശുവിനെ അമ്മയായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഹിന്ദുവായി ജനിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ഹിന്ദുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ കമ്മ്യൂണിസ്റ്റ് മതത്തിലേക്ക് പോകാം, വേറെ ഏതെങ്കിലും മതങ്ങളിലേക്ക് പോകാം, ഒരുപാട് മതങ്ങളിലേക്ക് പോകാം. അത്തരത്തിലുള്ള ആളുകൾ ചെന്നിട്ട് എന്തിനാണ് നിങ്ങൾ പശുവിനെ അമ്മയായിട്ട് കാണുന്നത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. അതിനെന്താണ് കൃത്യമായൊരു മറുപടി? ഇത്രയും നല്ല ഒരു സംസ്കാരം, അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കൾച്ചർ വേറെ ആർക്കാണുള്ളത്? അതായത് നമ്മുടെ സഹജീവികളെ ഇത്രയും മനോഹരമായി സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, ഇത്രയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന മറ്റേത് സംസ്കാരം ഉള്ളത്? കളിയാക്കാൻ വേണ്ടി ചോദിക്കും, പശു നിന്റെ അമ്മയാണെങ്കിൽ കാള നിന്റെ അച്ഛനാണോ എന്ന് ചോദിക്കും. നമുക്ക് പാല് തരുന്നത്, നമ്മൾ ജനിച്ച് വീഴുന്ന സമയത്ത് നമുക്ക് പാല് തരുന്നത് നമ്മുടെ അമ്മയാണ്. നമ്മുടെ അമ്മയ്ക്ക് ശേഷം നമ്മൾ ആരുടെ പാലാണ് കുടിക്കുന്നത്? പശുവിൻ്റെ പാലല്ലേ? പശുവിനെ അമ്മയായിട്ട് കാണുന്ന സങ്കല്പം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹജീവികളെ, നമ്മുടെ കൂടെയുള്ള ജീവജാലങ്ങളെ ഇത്രയും അധികം മനോഹരമായിട്ട് സ്നേഹിക്കാനും ബഹുമാനിപ്പിക്കാനും പഠിപ്പിക്കുന്ന, ഇത്രയും മനോഹരമായിട്ടുള്ള രസമുള്ള ഒരു സങ്കല്പം, ഒരു കൾച്ചർ മറ്റാർക്കാ ഉള്ളത്? അതിനെ അതിൻ്റെതായ പോസിറ്റീവ് രീതിയിൽ കാണാതെ അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വളച്ചൊടിച്ച് പലരെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് അതൊരു അജണ്ടയാക്കി മാറ്റുക ചെയ്യുന്നത്. നമുക്ക് പാല് തരുന്ന നമ്മുടെ അമ്മ, നമ്മൾ ജനിച്ച അമ്മയുടെ പാല് കുടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ആരുടെ പാലാണ് കുടിക്കുന്നത്? പശുവിൻ്റെ പാലാണ്. അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് ശേഷം ആ പശുവിൻ്റെ കിടാങ്ങൾക്ക് കൊടുക്കേണ്ട പാലാണ് നമുക്ക് പകുത്ത് നൽകുന്നത്. അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് ശേഷം നമുക്ക് പാല് നൽകുന്ന പശുവിനെ എന്തുകൊണ്ട് അമ്മ എന്ന് വിളിച്ച് നമുക്ക് ബഹുമാനിച്ചുകൂടാ? പശുവിനെ നമ്മൾ ബഹുമാനിക്കുന്നതിനോട് ആർക്കാ പ്രശ്നം? ആർക്കാ? പശു അമ്മയാണെങ്കിൽ കാള നിന്റെ അച്ഛനാണോ എന്ന് ചോദിക്കുന്ന വിഡ്ഢികളുള്ള നാടത്. അപ്പോൾ അവരോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ നമുക്ക് പാല് തരുന്ന പശുവിനെ എന്തുകൊണ്ട് നമുക്ക് അമ്മ എന്ന് വിളിച്ചുകൂടാ? അല്ലെങ്കിൽ അമ്മ എന്ന സങ്കല്പത്തിൽ ഇപ്പോൾ ഹൈന്ദവർക്ക് പശു മാത്രമല്ല അമ്മ, നമുക്ക് പഞ്ചമാതാ സങ്കല്പങ്ങളുണ്ട്. ആ പഞ്ചമാതാ സങ്കല്പത്തിൽ പശു മാത്രമല്ല പെടുക, ഭൂമി അതിൽ പെടുന്നതാണ്. അതുപോലെ നമ്മൾ ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കേണ്ട, ഏറ്റവും അധികം പ്രാധാന്യമുള്ള പല കാര്യങ്ങളെയും നമ്മൾ മാതാവ് എന്ന സങ്കല്പത്തിൽ തന്നെയാണ് കാണുന്നത്. രാഷ്ട്രത്തിന് നമ്മൾ മാതാവ് എന്ന സങ്കല്പത്തിൽ തന്നെ കൊണ്ടുപോകുന്നത്. കാരണം അമ്മ എന്ന സങ്കല്പത്തിന് അത്രയേറെ ശക്തി ഉണ്ടെന്നും അതിന് അത്രമാത്രം ബഹുമാനിക്കപ്പെടേണ്ട അത്രയും പ്രാധാന്യമുള്ള ഒരു സങ്കല്പമാണ് ഭാരതീയ സംസ്കാര പ്രകാരം എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനെല്ലാം നമ്മൾ അമ്മയായിട്ട് കാണുന്നത്. നമ്മൾ ഭൂമിയെ അമ്മയായിട്ടാണ് കാണുന്നത്, പ്രകൃതിയെ അമ്മയായിട്ടാണ് കാണുന്നത്. അതുപോലെ നമുക്ക് കിട്ടുന്ന നമ്മുടെ നദി, ആ നദികളെ, ഗംഗ അടക്കമുള്ള നദികളെ നമ്മൾ അമ്മയായിട്ടാണ് കാണുന്നത്. ഇതിൽ ആർക്കാ പ്രശ്നം?
ഇത് മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെയും അവർ അനുസരിച്ച് പോരുന്ന ആചാരങ്ങളെയും നമ്മൾ ചോദ്യം ചെയ്യാൻ പോണില്ലല്ലോ. നമുക്കതിൻ്റെ ആവശ്യമില്ല. അവരത് ചെയ്തോട്ടെ, അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അവരത് ചെയ്തോട്ടെ. നമ്മൾ ആ പശുവിനെ അമ്മയായിട്ട് കാണുന്നത് കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സംസ്കാരത്തിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ ആർക്കാ പ്രശ്നം? ഇവിടെ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ടെന്നും എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറയുന്ന പല ആളുകളും ഇതിനെ എന്തിനാ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത്? അപ്പം ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സംസ്കാരത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം മൂഢരായിട്ടുള്ള ജനങ്ങളാണ്. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്താ? തെറ്റാണ് എന്നുള്ള രീതി നമ്മളിപ്പോൾ പൊതുവെ കണ്ടുവരുന്നതാണ്. ശാസ്ത്രത്തെ എന്തായിട്ടാണ് പലരും വളച്ചൊടിക്കുന്നത്? നമ്മുടെ പല വിശ്വാസങ്ങളും അല്ലെങ്കിൽ പല ആചാരങ്ങളും അതൊന്നും ശാസ്ത്രീയമല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രതിരോധിക്കുന്നത് പല സമയത്തും. ശാസ്ത്രം എന്നാൽ നമുക്ക് അറിയാത്ത സത്യത്തെ അന്വേഷിച്ചു പോകുന്നതും ആ സത്യത്തെ കണ്ടെത്തുന്നതുമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കറിയില്ലാത്തതും തെളിയിക്കപ്പെടാത്തതും എല്ലാം മിഥ്യകളാണെന്ന് സ്ഥാപിക്കുന്നതല്ല ശാസ്ത്രം. അങ്ങനെയാണ് ഇപ്പം നിലവിലുള്ളവർ അങ്ങനെയാണ് ചെയ്യണത്. ഇപ്പം ദൈവം ഉണ്ടോ എന്ന് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അപ്പം ദൈവമില്ല എന്നാണ് പറയണത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണ്. അപ്പം ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണോ? തെളിയിക്കപ്പെട്ടതല്ല എന്നാണ് അവിടെ ഉത്തരം എന്നുണ്ടെങ്കിൽ പെടാത്തത് തെറ്റാണെന്ന് അവിടെ പറയണേ. അല്ലെങ്കിൽ അതുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ള സാധനം കണ്ടുപിടിക്കാനല്ല പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രവണത മാറണം. നമുക്കറിയാത്തതെല്ലാം തെറ്റും നമുക്കറിയുന്നത് മാത്രമാണ് ശരിയെന്നും പറയുന്ന ഒരു കാഴ്ചപ്പാട് തെറ്റാണ്. അത് ധാർമ്മികമായിട്ടും ബൗദ്ധികമായിട്ടും അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. എന്തായാലും വളരെ നന്ദി.